അടുത്തത് ഡെറിവേഷൻ ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് ഫംഗ്ഷൻ കാണും, ഒന്ന് എക്സും ഒന്ന് വൈയും. എക്സും വൈയും ടിയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് ആയിരിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. dy ബൈ ഡി എക്സ് ആണ് എന്ന് പറയുന്നത് dy ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. അതായത് രണ്ട് ഫംഗ്ഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈനെ വിത്ത് റെസ്പെക്ട് ടു ഏത് പാരാമീറ്ററാണ്, ഇവിടെ ഇപ്പോൾ ടി ആണ് പാരാമീറ്റർ, അതായത് ടിയിലുള്ള ഫങ്ഷൻസ് ആണ് എക്സും വൈയും. അപ്പോൾ വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്തത് മുകളിൽ എഴുതുക, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്തത് താഴെ എഴുതുക. ഇത് സോൾവ് ചെയ്യുക. ഇതാണ് dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy ബൈ ഡി എക്സ്, എക്സ് ഇസ് ഈക്വൽ ടു 2at², വൈ ഇസ് ഈക്വൽ ടു at⁴. ഇവിടെ എക്സും വൈയും രണ്ട് ഫങ്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ, രണ്ടും ടിയിലുള്ള ഫങ്ഷനാണ്. എന്ന് പറയുമ്പോൾ 2a കോൺസ്റ്റൻ്റ് ആണ്, എയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഡി ബൈ ഡി ടി ഓഫ് at⁴ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡി ബൈ ഡി ടി ഓഫ് t⁴, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു t⁴ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് എന്ത് വരും, 4t⁵ എന്ന് വരും. അപ്പോൾ ഇതാണ് ആൻസർ, 4at³. അടുത്തത് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കുക. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പം എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡി ബൈ ഡി ടി ഓഫ് 2at². ഇവിടെ 2a കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് വരുമ്പം 2a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് t² എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു t² ആണ് ഫംഗ്ഷൻ, വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2t എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 4at. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്തത് ഡിവൈഡഡ് ബൈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്തത് 4at³, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്തത് 4at. 4ഉം 4ഉം ക്യാൻസലായി, എയും ക്യാൻസലായി, ഒരു ടിയും ഒരു ടിയുടെ ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ t² വരും. ആൻസർ ഈസ് t². അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ടി, വൈ ഇസ് ഈക്വൽ ടു കോസ് 2t. ഇവിടെയും എക്സും വൈയും ടിയിലുള്ള രണ്ട് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആദ്യം എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്താലും കുഴപ്പമില്ല, ഇവിടെ ആദ്യം കൊടുക്കുന്നത് വൈയുടെ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ dy ബൈ ഡി ടി എന്ത് വരും, ഡി ബൈ ഡി ടി ഓഫ് കോസ് 2t. കോസ് 2tനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ കോസ് 2t എന്ന് പറയുമ്പം കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 2t ആണ് വരുന്നത്, 2t എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, ചെയിൻ റൂള് അപ്ലൈ ചെയ്യും. അപ്പം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പം കോസ് 2tയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2t വന്നിട്ട് ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ 2t ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പം 2 വരും. 2xനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 അല്ലേ വരുന്നത്, അതുപോലെ 2tനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് വരുന്നത്. ഒന്നുകൂടെ പറയാം, ഇവിടെ വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ടിയിലുള്ള ഫംഗ്ഷനെ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കോസ് 2tനെയാണ് നമുക്ക് ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്. ഇത് കോസ് എക്സിൻ്റെ ഫോമിലാണ്. കോസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ മൈനസ് സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് 2t ആയതുകൊണ്ട് 2t വന്നു. പിന്നെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ 2t ആണ്. അപ്പോൾ 2tയുടെ ഡെറിവേറ്റീവ് കൊണ്ട് അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യണം. 2tയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി വരുമ്പം 2 വരും. അപ്പം ആൻസർ ഈസ് -2 സൈൻ 2t. ഇനി ഡി എക്സ് ബൈ ഡി ടി എന്ത് വരും, ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി എന്താ, -2 സൈൻ
2t ഡിവൈഡഡ് ബൈ dx/dt എന്താ cos t. ഇതാണ് ആൻസർ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടോ ക്യാൻസൽ ചെയ്യാനായിട്ടോ ഒന്നുമില്ല. ഇതാണ് ആൻസർ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് രണ്ടും ടിയിലുള്ള ഫങ്ഷൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ രണ്ടും തീറ്റയിലുള്ള ഫങ്ഷൻസ് ആണ്. അപ്പം നമ്മൾ എക്സിനെയും വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്, വൈനെയും വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എങ്ങനെ മാറും? dy/dx തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലായിടത്തും കണ്ടുപിടിക്കുന്നത് പോലെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് dy/dθ ഡിവൈഡഡ് ബൈ dx/dθ. പോലത്തെ മതി. dy/x ആയതുകൊണ്ട് വൈയുടെയാണ് മുകളിൽ വരേണ്ടത്, എക്സിൻ്റെയാണ് താഴെ വരേണ്ടത്. വൈയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എക്സിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം വൈയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? d/dθ ഓഫ് എന്താ വൈ? b cos തീറ്റ. ഇവിടെ b കോൺസ്റ്റൻറ്റ് ടേം ആണ്, b പുറത്തേക്ക് വരും. b ഇൻറ്റു d/dθ ഓഫ് cos തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു b ഇൻറ്റു ഇനി കോസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് വരും. അപ്പോൾ കോസ് തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ വരും. കോസ് തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം സൈൻ തീറ്റ വരും വിച്ച് ഇസ് ഈക്വൽ ടു b സൈൻ തീറ്റ. ഇനി dx/dθ കണ്ടുപിടിക്കണം വിച്ച് ഈസ് d/dθ ഓഫ് എക്സ് എന്താ? a cos തീറ്റ. ഇവിടെ a സ്കെയിലാറാണ്, a പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് കോസ് തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കോസ് തീറ്റയുടെ ഡിഫറൻഷ്യേഷൻ എന്താ വരുന്നത്? സോറി, ഇത് മൈനസ് ആണ്. മൈനസ് സൈൻ തീറ്റ വരും വിച്ച് ഇസ് ഈക്വൽ ടു -a സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ dy/dx എന്ത് വരും? dy/dθ ഡിവൈഡഡ് ബൈ dx/dθ. dy/dθ ഡിവൈഡഡ് ബൈ dx/dθ വിച്ച് ഇസ് ഈക്വൽ ടു വൈനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -b സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ dx/dθ -a സൈൻ തീറ്റ. മൈനസും കട്ടായി, സൈൻ തീറ്റയും കട്ടാവുമ്പോൾ b/a എന്ന് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ, x is equal to a into theta plus sin theta, y is equal to a into 1 minus cos theta. ഇവിടെയും തീറ്റയിലാണ് വരുന്നത്. അപ്പം dy/dθ കണ്ടുപിടിക്കുക. dy/dθ എന്ന് പറയുമ്പം ഞാൻ സ്റ്റെപ്പ് ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. a സ്കെയിലാറാണ്, a പുറത്തേക്ക് എടുത്തു. എന്നിട്ട് d/dθ ഓഫ് 1 മൈനസ് കോസ് തീറ്റ വരും വിച്ച് ഇസ് ഈക്വൽ ടു a ഇൻറ്റു കണ്ടിട്ട് ബ്രാക്കറ്റ് കൊടുക്കണം. കാരണം എനെ ഈ ഡെറിവേറ്റീവ് വെച്ച് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബ്രാക്കറ്റ് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു എന്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്താലും നമുക്ക് 0 ആണ് വരുന്നത്. മൈനസ് കോസ് തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ വരും. മൈനസും പ്ലസ് ആയി. 0 പ്ലസ് സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് a സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി dx/dθ ഈസ് ഈക്വൽ ടു ഇവിടെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ a സ്കെയിലാറാണ്, a പുറത്തേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. d/dθ ഓഫ് തീറ്റ പ്ലസ് സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു a ഇൻറ്റു തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം dθ/dθ എന്ന് വരും. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടത്തില്ല. അതുപോലെ തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. പ്ലസ് സൈൻ തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം കോസ് തീറ്റ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് dy/dx എന്താണെന്ന് എഴുതാം. dy/dθ ഡിവൈഡഡ് ബൈ dx/dθ. dy/dθ എന്താ? a സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ dx/dθ എന്താ? a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. എയും ക്യാൻസലായി. ആൻസർ സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്ന് വരും.
അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ഇസ് ഈക്വൽ ടു 2 കോസ് ക്യൂബ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു 2 സൈൻ ക്യൂബ് തീറ്റ. ഇവിടെയും തീറ്റയിലാണ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ വൈനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇവിടെ 2 സ്കെയിലാറാണ്, 2 പുറത്തേക്ക് എടുത്തു, ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ ക്യൂബ് തീറ്റ. ഇനിയും ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ അറിയാം ഈ സൈൻ ക്യൂബ് തീറ്റ എന്ന് വെച്ചാൽ എന്താ, സൈൻ തീറ്റ ദ ഹോൾ ക്യൂബാണ്. അപ്പം എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ തീറ്റ വന്നു. അപ്പം നമ്മൾ ചെയിൻ റൂള് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം സൈൻ ക്യൂബ് തീറ്റനെ നമുക്ക് മാറ്റി എഴുതാം. അതിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും, 2 ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് വരും. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം 2 ഇൻറ്റു സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പം എക്സ് ക്യൂബ് പോലെ. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3x² ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് ആരാ നിൽക്കുന്നത്, സൈൻ തീറ്റ. അപ്പോൾ 3 സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ വരും. അതിന് 3 സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു 3 6 സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഒന്നും കൂടെ പറയാം, സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പം സൈൻ തീറ്റ ദ ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അത് 3x² ആണ്. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് ആരാ നിൽക്കുന്നത്, സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് എന്ത് വരും, 3 സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി എക്സ് ക്യൂബിൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് ആരാ നിൽക്കുന്നത്, സൈൻ തീറ്റയാണ് നിൽക്കുന്നത്. അപ്പോൾ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം കോസ് തീറ്റ എന്ന് വരും. അതാണ് 3 സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ കോസ് തീറ്റനെ 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 3 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വന്നു. അടുത്തത് ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 2 ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് എക്സ് എന്താ, കോസ് ക്യൂബ് തീറ്റ. ഇതുപോലെ തന്നെ 2 ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് ക്യൂബ് തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇതും എക്സ് ക്യൂബിൻ്റെ ഫോമിലാണ് വരുന്നത്. ഇവിടെയും എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3x². അപ്പം ഇതിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, 3 കോസ് തീറ്റ സ്ക്വയർ എന്ന് വന്നു. 2 ഇൻറ്റു 3 കോസ് തീറ്റ സ്ക്വയർ, അതിനെ 3 കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇൻറ്റു ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ കോസ് തീറ്റ, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ഒന്നുകൂടെ പറയാം, 2 സ്കെയിലാറാണ്. 2 ഇൻറ്റു കോസ് തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പം എക്സ് ക്യൂബിൻ്റെ ഫോമാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². എക്സിൻ്റെ സ്ഥാനത്ത് കോസ് തീറ്റ ആയതുകൊണ്ട് 3 കോസ് തീറ്റ സ്ക്വയർ എന്ന് വന്നു. ഇൻറ്റു ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ കോസ് തീറ്റ, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു -6 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ എന്ന് വരും. ഇനിയും ഡി വൈ ബൈ ഡി എക്സ് എന്താ, dy by d theta divided by dx by d theta which is equal to എന്താ dy by d theta, 6 sin square theta cos theta divided by -6 cos square theta sin theta. 6ഉം 6ഉം ക്യാൻസലായി, ഒരു സൈനും ക്യാൻസലായി, ഒരു കോസും ക്യാൻസലായി, മിച്ചം sin theta by cos theta which is equal to tan theta. ഇതാണ് ആൻസർ. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ടിയിലാണ് 2 ഫങ്ഷൻസും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് dy ബൈ ഡി ടി എന്ത് വരും നോക്കാം. അപ്പോൾ ഇവിടെ എ സ്കെയിലാറാണ്. എ സ്കെയിലാർ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി മൈനസ് ടി കോസ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ വെച്ച് നമ്മൾ ഈ കംപ്ലീറ്റ് ഡെറിവേറ്റീവിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് മസ്റ്റായിട്ട് കൊടുക്കണം. ഇനിയും ഇവിടെ ടേം വൈസ് ഡിഫറൻസിയേഷനാണ് വരുന്നത്. അപ്പോൾ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കും, പിന്നെ ടി കോസ് ടിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഈ ടി കോസ് ടിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പം ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടായതുകൊണ്ട് പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം അവിടെ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി എന്ന് എഴുതാം, മൈനസ് ഇനിയും
ഈ ടി കോസ് ടി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ ആയതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഈ മൈനസ് കഴിഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് റൂളിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ മൈനസ് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് റൂളിൻ്റെ ആൻസർ എഴുതാനായിട്ട് അടുത്ത ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഇനിയും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി 1. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ബ്രാക്കറ്റ് രണ്ടെണ്ണം ക്ലോസ് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി മൈനസ്, ഇനി ഇത് മൈനസ് ടി സൈൻ ടി ആണ്. അതിൻ്റെ മൈനസും ഒരു മൈനസും കൂടെ വരും, അത് പ്ലസ് ആവും. പ്ലസ് ടി സൈൻ ടി എന്ന് വരും. ഇനി കോസ് ടി ഇൻറ്റു 1 കോസ് ടി ആണ്. മൈനസ് അകത്തേക്ക് വരുമ്പം മൈനസ് കോസ് ടി ആയിട്ടത് മാറും. ഇനി മൈനസ് കോസ് ടിയും പ്ലസ് കോസ് ടിയും കൂടെ ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു ടി സൈൻ ടി എന്ന് കിട്ടും. അടുത്തത് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കണം. ഡി എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എ സ്കെയിലാറാണ്, എ പുറത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി പ്ലസ് ടി സൈൻ ടി എന്ന് വരും. തൊട്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെ എ കഴിഞ്ഞിട്ട് ഇത്രയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളൊരു വലിയ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇനി ടേം വൈസ് ഡിഫറൻസിയേഷനാണ് ഇവിടെ വരുന്നത്. രണ്ടാമത്തതിൽ പ്രോഡക്റ്റ് റൂളും കയറി വരുന്നുണ്ട്. അപ്പം ടേം വൈസ് ഡിഫറൻസിയേഷൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ചെയ്യാം. കോസ് ടീനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം മൈനസ് സൈൻ ടി എന്ന് വരും. പ്ലസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മൈനസ് ആയിരുന്നപ്പോഴായിരുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. പ്ലസ് ആണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങനെ വരും. വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ടി കോസ് ടി പ്ലസ് സൈൻ ടി ഇൻറ്റു 1 സൈൻ ടി. മൈനസ് സൈൻ ടിയും സൈൻ ടിയുടെ ക്യാൻസലായി പോകുമ്പം എ ടി കോസ് ടി എന്ന് നമുക്ക് കിട്ടും. ഇനിയും ഡി വൈ ബൈ ഡി എക്സ് എന്താ? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ത് വരും? എ ടി സൈൻ ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്താ? എ ടി കോസ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എയും എയും ക്യാൻസലായി, ടീം ടീം ക്യാൻസലായി, സൈൻ ടി ബൈ കോസ് ടി ഇസ് ഈക്വൽ ടു ടാൻ ടി എന്ന് വരും. അടുത്തതും അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സൈൻ ഇൻവേഴ്സ് ടി, വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ കോസ് ഇൻവേഴ്സ് ടി. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് dy by dx is equal to minus y by x. ഇതും വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ടിയിലുള്ള ഫംഗ്ഷനാണ് രണ്ടും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പം ഇത് റൂട്ട് എക്സിൻ്റെ ഫോമാണ്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ടി ആയതുകൊണ്ട് നമുക്ക് ടി എന്ന് പറയാം. റൂട്ട് ടിയുടെ ഫോമാണ് അല്ലെങ്കിൽ റൂട്ട് എക്സിൻ്റെ ഫോമാണ്. അതിൻ്റെ അകത്ത് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കോസ് ഇൻവേഴ്സ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് എ റേസ് ടു എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത്
കോസ് ഇൻവേഴ്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയിൻ റൂള് അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം ഏറ്റവും പുറമേ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ? റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? എ കോസ് ഇൻവേഴ്സ് ടി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആര് വരണം? എ കോസ് ഇൻവേഴ്സ് ടി വരണം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/2 റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി വരും. ഇൻറ്റു ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ എ കോസ് ഇൻവേഴ്സ് ടി. എ കോസ് ഇൻവേഴ്സ് ടി എ റേസ് ടു എക്സിൻ്റെ ഫോമിലാണ് നിൽക്കുന്നത്. എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ലോഗ് എ ആണ്. അപ്പോൾ എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ത് വരും? എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ലോഗ് എ എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി താഴെ ലോഗ് എ എന്ന് വരും. ഇനി കഴിഞ്ഞില്ല, ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് ടി. കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് 1/√of -1/√of 1 - x സ്ക്വയർ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/√of 1 - x സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് ടി ആയതുകൊണ്ട് -1/√of 1 - t സ്ക്വയർ വരും, വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ നമുക്ക് ഒന്നുകൂടെ പറയുന്നത്, ഇവിടെ 3 ഫങ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് റൂട്ട് എക്സ് പോലത്തെ ഫംഗ്ഷൻ, പിന്നെ അതിൻ്റെ അകത്ത് എ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് കോസ് ഇൻവേഴ്സ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഇനി ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ എ റേസ് ടു എക്സാണ്. എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ലോഗ് എ ഇൻറ്റു ഉള്ളിൽ കിടക്കുന്നത് കോസ് ഇൻവേഴ്സ് ടി. കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് -1/√of 1 - t സ്ക്വയർ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കറിയാം ഒരു 2ഉം റൂട്ട് 2ഉം കൂടെ ഉണ്ടെങ്കിൽ ഇതൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഇവിടെ √2 എന്ന് എഴുതാം. മേളിൽ 2ഉം താഴെ √2 ആണെങ്കിൽ 2ഉം √2 ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതാം. എന്ന് പറയുന്നത് പോലെ ഇവിടെ എ കോസ് ഇൻവേഴ്സ് ടിയും ഇവിടെ റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി ആയതുകൊണ്ട് മേളിൽ നമുക്ക് റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി ക്യാൻസൽ ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതുമ്പം -ലോഗ് എ റൂട്ട് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ 2 റൂട്ട് 1 - t സ്ക്വയർ എന്ന് വരും. അടുത്തത് dx/dt. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ d/dt ഓഫ് റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ടി എന്ന് വരും. തൊട്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെ റൂട്ട് എക്സ് പുറത്ത് കിടക്കുന്നു, അകത്ത് എ റേസ് ടു എക്സ് കിടക്കുന്നു, അതിൻ്റെ അകത്ത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കിടക്കുന്നു. ആ രീതിയിലാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ടാണ്. എ റേസ് ടു എന്താണോ കിടക്കുന്നത് അത് ഇൻറ്റു എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ലോഗ് എ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് 1/√of 1 - t സ്ക്വയർ. ഇനി എ സൈൻ ഇൻവേഴ്സ് ടിയും റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടിയും കൂടെ പോകുമ്പം റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി മുകളിൽ വരും, വിച്ച് ഇസ് ഈക്വൽ ടു എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ലോഗ് എ ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഓഫ് 1 - t സ്ക്വയർ എന്ന് വരും. അപ്പോൾ dy/dt ഇതെന്നും dx/dt ഇതാണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? dy/dx is equal to dy/dt divided by dx/dt minus log a root of a raised to cos inverse t divided by 2 root of 1 - t square divided by dx/dt എന്ന് പറയുന്നത് റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ലോഗ് എ ഡിവൈഡഡ് ബൈ 2 റൂട്ട് 1 - t സ്ക്വയർ. ഇനി ഇവിടെ ഫ്രാക്ഷൻ ബൈ ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ ബൈ ഫ്രാക്ഷൻ ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് 2 ഫ്രാക്ഷൻ്റെയും സെയിം ആണെങ്കിൽ നമുക്കത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? മേളിൽ മൈനസ് ലോഗ് എ റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് വരും ബൈ റൂട്ട് ഓഫ്
എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ലോഗ് എ എന്ന് വരും. ഇനിയും ലോഗയും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇനിയും മൈനസ് നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് വൈ ബൈ എക്സ് ആണെന്നാണ്. അപ്പോൾ ഈ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് dy ബൈ ഡി എക്സ് ആണ്. ഈ റൂട്ട് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്താ? അത് y ആണ്, ഇത് എക്സ് ആണ്. അപ്പോൾ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് എന്ന് കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പം dy ബൈ ഡി എക്സ് വരും അല്ലേ? ആ dy ബൈ ഡി എക്സ് എന്താണോ കിട്ടുന്നത് അതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് നമ്മൾ പറയും. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം നമുക്ക് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2x. ഈ 2x എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമല്ലോ. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആകും. അതായത് ഇവിടെ നമ്മളൊരു 2 ഇടും, പുറത്തും ഒരു 2 ഇടും. എക്സിൻ്റെ പുറത്താണ്, ഇവിടെ മേലെ ഇടയ്ക്കും ഇവിടെ പുറത്തുമാണ് വരുന്നത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ് അത് പറയുന്നത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വരും. 2xനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അത് നമുക്ക് 2 എന്ന് വരും. ഇനിയും ഇതിന് വേറൊരു നൊട്ടേഷനോടുണ്ട്. y ഈസ് ഈക്വൽ ടു എന്നാണല്ലോ. അപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമുക്ക് y ഡാഷ് എന്നും സെക്കൻഡ് ഡെറിവേറ്റീവിനെ y ഡബിൾ ഡാഷ് എന്നും വിളിക്കാം. ഇനിയും 2നെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y ട്രിപ്പിൾ ഡാഷ് എന്നതിനെ വിളിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് പഠിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 3x ആണെങ്കിൽ അടുത്തൊരു എക്സാമ്പിളാണ്. അപ്പം dy ബൈ ഡി എക്സ് എന്ത് വരും? ഇ റേസ് ടു 3xനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 3 റേസ് ടു എക്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ റൂള് അപ്ലൈ ചെയ്യും. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് ഇസ് 3. അപ്പോൾ 3 ഇ റേസ് ടു 3x എന്ന് വരും. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താ? ഈ കിട്ടിയതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ 3 എന്ന് പറയുന്ന സ്കെയിലറിനെ പുറത്തേക്ക് നിർത്തി ഇ റേസ് ടു 3xൻ്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടെ എടുക്കും. അത് ഇ റേസ് ടു 3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 ഇ റേസ് ടു 3x എന്ന് കിട്ടും. ഇതാണ് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ക്യൂബ് ലോഗ് എക്സ്. എക്സ് ക്യൂബ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതെന്താ ശരിക്കും? y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ലോഗ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ dy ബൈ ഡി എക്സ് എന്ത് വരും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇത് രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫങ്ഷൻ, ഇങ്ങനെയാണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഈസ് 1 ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താ? 3x സ്ക്വയർ. വിച്ച് ഈസ് ഈക്വൽ ടു ഒരു എക്സും ഒരു എക്സ് കൂടെ പോകും എക്സ് സ്ക്വയർ ആകും. എക്സ് സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ ലോഗ് എക്സ് എന്ന് വരും. ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്.
ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഓർഡറിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ d²y/dx² എന്ത് വരും? ഇതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടേം വൈസ് ഡിഫറൻസിയേഷനാണ് വരുന്നത്. അപ്പോൾ x² ഡെറിവേറ്റീവ് 2x പ്ലസ് ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പം ഇവിടെ 3 സ്കെയിലാറാണ്, 3 പുറത്തേക്ക് എടുത്തു. ഇനിയും x² log x എന്ന് പറയുന്നത് പ്രോഡക്റ്റായിട്ടാണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂള് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇങ്ങനെ വരും. വിച്ച് ഇസ് ഈക്വൽ ടു ഒരു എക്സും ക്യാൻസലായി. ഓക്കെ, അപ്പോൾ 2x പ്ലസ് 3 ഇൻറ്റു ഇവിടെ മിച്ചമുള്ളത് 1 ആണ്. 1 പ്ലസ് ഇവിടെ 2x log x എന്ന് വരും. ഈ എക്സോടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. log x ഒരു ടേമാണ്, എക്സ് എന്ന് പറയുന്നത് വേറൊരു ടേമാണ്. അപ്പം എക്സ് ഇൻറ്റു log x എന്നേ വരുള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3 പ്ലസ് 6x log x എന്ന് വരും. ഇതാണ് ആൻസർ. സോറി, ഇവിടെ ഒരു x² എക്സും എക്സോടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ് വരും. ആ എക്സ് ഇവിടെ എക്സ് വരും. 3x 3x പ്ലസ് 6x log x. 2x പ്ലസ് 3x ചെയ്യുമ്പോൾ എന്ത് വരും? 5x പ്ലസ് 6x log x എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം y is equal to tan inverse x എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ dy/dx എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് x². ഇനി d²y/dx² കിട്ടാനായിട്ട് ഇതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രാക്ഷനായിട്ടാണ് നിൽക്കുന്നത്, ഒരു ഫംഗ്ഷനും താഴെ വേറൊരു ഫംഗ്ഷനും. അപ്പോൾ നമ്മളിവിടെ കോഷ്യൻ്റ് റൂള് അപ്ലൈ ചെയ്യും. കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? കോഷ്യൻ്റ് റൂള് f/gയുടെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ മൈനസ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിൻ്റെ സ്ക്വയർ. താഴെ കിടക്കുന്നത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് മേളിൽ കിടക്കുന്നത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിൻ്റെ സ്ക്വയർ. അല്ലെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? താഴെ കിടക്കുന്നത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇങ്ങനെ ഓർത്താൽ മതി. 1 + x² ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇവിടുത്തെ ഇത് ഇൻറ്റു ഇവിടുത്തെ ഡെറിവേറ്റീവ്. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്നു, ഇവിടെ നിന്ന് എടുത്തു, പിന്നെ ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 + x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 കോൺസ്റ്റൻറ്റ് ടേം ആണ്, അത് 0 വരും, മൈനസ് 1 ഇൻറ്റു എന്തെടുത്താലും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 1 + x², ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് x²ൻ്റെ ഡെറിവേറ്റീവ് 2x ഹോൾ ഡിവൈഡഡ് ബൈ 1 + x² ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോയി. ഇവിടെ 0 + 2x 2x മൈനസ് 2x ഡിവൈഡഡ് ബൈ 1 + x² ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോഗ് ഓഫ് log x. ലോഗിൻ്റെ ബ്രാക്കറ്റിൽ log x അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം y is equal to
log x എന്ന് വിളിച്ചാൽ dy/dx എന്ത് വരും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പം log x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്താണ് log x നിൽക്കുന്നത്. അപ്പം ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം log xൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/x log x എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാൻ d²y/dx² കണ്ടുപിടിക്കാം. അത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രാക്ഷനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കോഷ്യൻ്റ് റൂള് അപ്ലൈ ചെയ്യണം. കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് 0 ആയിപ്പോയി. മിച്ചം മൈനസ് 1 ഇൻറ്റു എന്തെടുത്താലും അത് തന്നെയാണ്. അപ്പം മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പം വീണ്ടും d/dx of x log x by x log x the whole square എന്നാണ് വരുന്നത്. അത് കണ്ടുപിടിക്കുമ്പം മൈനസ് ഇവിടെ പ്രോഡക്റ്റ് റൂള് വരും. എക്സിൻ്റെയും ലോഗ് എക്സിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ടല്ലേ, അപ്പോൾ പ്രോഡക്റ്റ് റൂള് വരും. പ്രോഡക്റ്റ് റൂള് വരുമ്പോൾ മൈനസ് പുറത്തുള്ളത് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ x log x the whole square. എക്സും എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 1 വരും. മൈനസ് 1 പ്ലസ് log x ഇൻറ്റു 1 log x ഡിവൈഡഡ് ബൈ x log x the whole square. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇഫ് x is equal to at² y is equal to 2at, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പം ഇവിടെ ടിയിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d²y/dx² ആണ് സാധാരണ പോലെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? dy/dx കണ്ടുപിടിക്കും. എന്താണ് dy/dx? പാരാമെട്രിക് ഫോമിൽ dy/dt ഡിവൈഡഡ് ബൈ dx/dt. dy/dt എന്താ? വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം 2a സ്കെയിലാറാണ്. 2a പോയി കഴിയുമ്പം ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 വരും. ഡിവൈഡഡ് ബൈ dx/dt എന്താ? എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതായത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ a സ്കെയിലാറാണ്, പുറത്തേക്ക് എടുക്കുക. t² ഡെറിവേറ്റീവ് 2t വിച്ച് ഇസ് ഈക്വൽ ടു 2a/2at എന്ന് വരും. 2aയും 2aയും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/t എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d²y/dx² ആയിരുന്നു. ഈ d²y/dx² എന്താ ശരിക്കും? d²y/dx² എന്ന് പറയുന്നത് dy/dx ആണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണോ കിട്ടുന്നത് അതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതല്ലേ d²y/dx². അപ്പോൾ d²y/dx² എന്തെഴുതാം? d/dx ഓഫ് dy/dx എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു d/dx ഓഫ് എന്താ? dy/dx 1/t. ഇനി നമുക്കറിയാം ഇത് ടിയിലുള്ള ഫംഗ്ഷനാണ്, പക്ഷേ എക്സിലാണ് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്കറിയാം. d/dx ഓഫ് 1/x എന്ന് പറയുന്നത് മൈനസ് 1/x² ആണ്. അപ്പം 1/tയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 1/t² വരും. 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² ആണെങ്കിൽ
1/tയുടെ ഡെറിവേറ്റീവ് -1/t² വരും. അപ്പോൾ 1/tയുടെ ഡെറിവേറ്റീവ് എന്താ? -1/t² വരും. കഴിഞ്ഞില്ല. ഇവിടെ എക്സിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ടിയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ആയിരുന്നു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടിയിലുള്ള ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ dt/dx എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ അഡീഷണലായിട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കണം. ഏത് ഫംഗ്ഷനാണോ നമ്മുടെ ഫംഗ്ഷൻ, ഏത് വേരിയബിളിലാണോ നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത് ആ വേരിയബിൾ ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു ആരെയാണോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ആ വേരിയബിൾ. അപ്പോൾ dt/dx എന്ന് പറയുന്ന ടേം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അഡീഷണലായിട്ട് കൊടുക്കണം. ഒന്നുകൂടെ പറയാം. ഇവിടെ 1/t എന്ന് പറയുന്നത് ടിയിലുള്ള ഫംഗ്ഷനാണ്. ടിയിലുള്ള ഫംഗ്ഷനാണ് വിത്ത് റെസ്പെക്ട് ടു ടി ആയിരുന്നു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ -1/t² എന്ന് എഴുതി നമുക്ക് നിർത്താമായിരുന്നു. പക്ഷേ ഇവിടെ ടിയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ട് dt/dx എന്ന് പറയുന്ന ടേം നമ്മൾ അഡീഷണലായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഈ സെയിം കേസ് തന്നെയാണ് നമ്മൾ ഇംപ്ലിസിറ്റിൻ്റെ ഒക്കെ കേസിൽ കണ്ടതാണ്. അതായത് സൈൻ വൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് വൈ ആണ്. പക്ഷേ വൈയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ട് dy/dx എന്ന് പറയുന്ന ടേം നമ്മൾ അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കണം എന്നുള്ളത് ഇംപ്ലിസിറ്റിൻ്റെ ഒക്കെ കേസിൽ വന്നായിരുന്നു. എന്ന് പറയുന്നത് പോലെ ടിയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം dt/dx എന്ന് പറയുന്ന ടേം നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇത്ര നേരം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പാരാമെട്രിക് ഫോം ആയിരുന്നു. d²y/dx² കണ്ടുപിടിക്കണം. അതിന് നമ്മൾ dy/dx പാരാമെട്രിക് ഫോമിൽ കണ്ടുപിടിച്ചു. ആ dy/dxനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം d²y/dx² കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷേ ആൻസറിൻ്റെ അകത്തുള്ള ഈ കോഎഫിഷ്യൻ്റ് കൂടെ നമ്മൾ മാറ്റണം. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? -1/t² dt/dx എന്നാണ് നമുക്ക് കിട്ടിയത്. -1/t² ഈ dt/dxന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. എങ്ങനെ കൊടുക്കാം? dx/dt എന്ന് പറയുന്നത് 280 ആണ്. dx/dt 280 ആണ്. അപ്പോൾ dt/dx എന്ത് വരും? 1/280 വരും. വിച്ച് ഈസ് ഈക്വൽ ടു -1/2at³ എന്ന് വരും. ഇതാണ് ആൻസർ. അടുത്തത് പ്രൂവ് ദാറ്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രൂവ് ദാറ്റ് d²y/dx² -2dy/dx -3y is equal to 0 if y is equal to e⁻3x. ഇത് കൂട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് y is equal to e⁻3x എന്ന് തന്നിട്ടുണ്ട്. ഈ y is equal to e⁻3x ആണെങ്കിൽ dy/dx d²y/dx² നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാം. ആ കിട്ടുന്ന വാല്യൂസ് ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് y is equal to e⁻3x എന്ന് തന്നിട്ടുണ്ട്. dy/dx എന്ത് വരും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ e⁻3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് 3. അപ്പം 3e⁻3x എന്ന് വരും. ഇതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം d²y/dx² കിട്ടും. അത് 3 സ്കെയിലാറാണ്. 3 പുറത്തേക്ക് എടുക്കുക. e⁻3xൻ്റെ ഡെറിവേറ്റീവ് e⁻3x ഇൻറ്റു 3 തന്നെ, വിച്ച് ഇസ് ഈക്വൽ ടു 9e⁻3x എന്ന് വരും. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ പറയുന്നത്? d²y/dx² അത് 9e⁻3x -2 ഇൻറ്റു dy/dx. എന്താ dy/dx? 3e⁻3x -3 ഇൻറ്റു എന്താ y e⁻3x ഇസ് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ നോക്കുക. 9e⁻3x -2 ഇൻറ്റു 3 6e⁻3x -3e⁻3x.
അപ്പം എല്ലാം e⁻³ ആണ്. 9 - 6 3 ആണ്. 3 - 3 = 0 കിട്ടും. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഇവിടെ നമുക്ക് y തന്നിട്ടുണ്ടായിരുന്നു. d²y/dy/dx കണ്ടുപിടിച്ചു, d²y/dx² കണ്ടുപിടിച്ചു. കിട്ടിയ എല്ലാ വാല്യൂസും ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വൈയിൽ നിന്ന് നമുക്ക് ബിൽഡപ്പ് ചെയ്ത് ഇക്വേഷനിലേക്ക് എത്താനും പറ്റും. ഈ ക്വസ്റ്റ്യനിലല്ല, മറ്റു ചില ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ അങ്ങനെ നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, y = 3 sin x - 4 cos x ആണെങ്കിൽ d²y/dx² + y = 0 ആണെന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് y = 3 sin x - 4 cos x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം dy/dx കണ്ടുപിടിക്കുക, എന്നാലേ d²y/dx² പോകാൻ പറ്റുള്ളൂ. അപ്പോൾ y-നെ വിത്ത് റെസ്പെക്ട് x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ടേം വൈസ് ഡിഫറൻസിയേഷൻ ആണ്. 3 സ്കെയിലർ ആണ്, ഇൻറ്റു sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x മൈനസ് 4 സ്കെയിലർ ആണ്, cos x-ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. അപ്പോൾ എന്ത് കിട്ടി? 3 cos x, പിന്നെ ഈ മൈനസും വരുമ്പോൾ പ്ലസ് ആവും, 4 sin x എന്ന് വന്നു. ഇനിയും d²y/dx² എന്ത് വരും? ഇതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് x ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പിന്നെയും ടേം വൈസ് ഡിഫറൻസിയേഷൻ ആണ് വരുന്നത്. അപ്പോൾ 3 ഇൻറ്റു cos x-ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് 4 ഇൻറ്റു sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ -3 sin x പ്ലസ് 4 cos x എന്ന് വരും. ഇനി ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. d²y/dx² ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d²y/dx² പ്ലസ് y = എന്താണ്? 0 ആവണം. അപ്പോൾ d²y/dx² എന്താ? -3 sin x പ്ലസ് 4 cos x പ്ലസ് y എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ 3 sin x - 4 cos x. ഇനി എല്ലാം കൂടെ ചെയ്യുമ്പം -3 sin x പ്ലസ് 3 sin x പോയി, 4 cos x -4 cos x പോയി, ഉച്ച എന്ന് കിട്ടും, നമുക്ക് 0 കിട്ടും. ഹെൻസ് പ്രൂവ്. ഇവിടെയും ചെയ്യുന്നത് y ഉണ്ടായിരുന്നു, dy/dx കണ്ടുപിടിച്ചു, d²y/dx² കണ്ടുപിടിച്ചു, d²y/dx² നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന വൈയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 0 കിട്ടി. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഈസ് y = sin inverse x എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നൊട്ടേഷൻസ് പറഞ്ഞായിരുന്നു. അപ്പോൾ dy/dx എന്ന് പറയുന്നത് അതിനെ y' എന്നും റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ d²y/dx² എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? y" എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. ഇനി ഇതല്ലാതെ മറ്റൊരു റെപ്രസെൻറ്റേഷനോടുണ്ട്. ഈ dy/dxനെ നമുക്ക് y1 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം, ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പം ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? y2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഈ നൊട്ടേഷനിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇത് dy/dx ഫസ്റ്റ് ഡെറിവേറ്റീവും ഇത് സെക്കൻഡ് ഡെറിവേറ്റീവുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് y = sin inverse x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് 0 ആണെന്ന് കണ്ടുപിടിക്കും. അപ്പം y = sin inverse ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് sin inverse x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/1 - x² ആണ്. ഇനി y2 സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രാക്ഷനായിട്ടാണ്. അപ്പോൾ കോഷ്യൻ്റ് റൂള് അപ്ലൈ ചെയ്യണം. എന്താ കോഷ്യൻ്റ് റൂള്? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ മൈനസ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ. കഴിഞ്ഞില്ല, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഹോൾ സ്ക്വയർ. ഇങ്ങനെ വരും. വിച്ച് ഈസ് ഈക്വൽ ടു √1 - x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 മൈനസ് 1 ഇൻറ്റു എന്ത് ചെയ്താലും
അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 1നെ നമുക്കങ്ങ് ഇഗ്നോർ ചെയ്യാം. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഇവിടെ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫംഗ്ഷനാണ് 1 - x². അപ്പോൾ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയിൻ റൂള് അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ പുറമേ കിടക്കുന്ന ഫംഗ്ഷൻ റൂട്ട് എക്സാണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2√x ആണ്. ഇൻറ്റു ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ 1 - x². അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വരും 0 - 2x എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - x² ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോയി. പിന്നെ മിച്ചം എന്താണുള്ളത്? 0 - 2x -2x ആണ്. ആ മൈനസും ഇവിടെ പ്ലസ് ആവും. നമുക്ക് എന്ത് കിട്ടും? 2x/2√1 - x² ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - x²ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 1 - x² തന്നെ വരും. ഇനി ഇവിടെ ഒരു 2 × 2 ക്യാൻസലായി. ഇനിയും ഇവിടെ ഇതൊരു ഫ്രാക്ഷനാണ്, ഇത് താഴെ മറ്റൊരു ഫ്രാക്ഷനാണ്. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ കിടക്കുന്ന ഫ്രാക്ഷൻ x/√1 - x² ഇൻറ്റു ഈ ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ റെസിപ്രോക്കൽ എടുക്കും, 1 - x² വരും. അപ്പോൾ താഴെ കിടക്കുന്ന ഫ്രാക്ഷനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പം ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആകും, താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കയറി വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x/1 - x² ഇൻറ്റു റൂട്ട് ഓഫ് 1 - x² എന്ന് കിട്ടും. ഇതാണ് എൻ്റെ y2. അപ്പോൾ y1-മായി y2-മായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതെടുത്തു. 1 - x² ഇൻറ്റു y2 - xy1 അത് 0 കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 - x² ഇൻറ്റു എന്താ y2? x/1 - x² ഇൻറ്റു റൂട്ട് ഓഫ് 1 - x² മൈനസ് x ഇൻറ്റു എന്താ y1? 1/√1 - x². ഇനി ഇതും ഇതിവിടെ ക്യാൻസലായിപ്പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x/√1 - x² മൈനസ് x/√1 - x². സെയിം ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, രണ്ടും ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിലും സ്റ്റെപ്സ് കുറച്ച് നമുക്ക് മറ്റൊരു രീതിയിലൂടെ ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് ഇതിലേക്ക് എത്താൻ പറ്റും, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ. അപ്പം അതുകൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈസി മെത്തേഡ് ഏതാണോ അത് അഡോപ്റ്റ് ചെയ്യുക. ജസ്റ്റ് അതുകൂടെ ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ y = sin inverse x നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 - x² y2 - xy1 = 0. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇതെടുത്തു, y = sin inverse x. ഇവിടെ നമ്മൾ വേറൊരു രീതിയിലാണ് ചിന്തിച്ച് പോകുന്നത്. അതായത് ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ഇതിലേക്ക് എത്തിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ 1 - x² ഇൻറ്റു y2 - xy1 = 0 എന്ന് കിട്ടണം. അപ്പം ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് ആര് വേണം? y1 വരണം. y1 വന്നാലേ പിന്നെ അതിനെ ഫോളോ ചെയ്തേ y2 വരുള്ളൂ. അപ്പോൾ ആദ്യം ആര് വരണം? y1 വരണം. y1 എന്ന് പറയുന്നത് എന്താ? ഈ y-നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റിനെ y1 കൊണ്ടുവരാൻ വേണ്ടി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം dy/dx ഇവിടെ വരും. dy/dx എന്ന് പറയുന്നത് 1 ആണ്. ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/√1 -
എക്സ് സ്ക്വയർ എന്ന് വരും. ഇനിയും ഇതിനെ മോഡിഫൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തണം. ഇതൊരു സിംഗിൾ ലൈൻ ഇക്വേഷനാണ്. ഇത് പക്ഷേ ഫ്രാക്ഷനൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനത്തിനെ സിംഗിൾ ലൈൻ ഇക്വേഷൻ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y1 താഴെ ആരുമില്ല, നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? y1 ഇൻറ്റു √1 - x സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതിനകത്ത് റൂട്ടുള്ള ടേംസ് ഒന്നും ഇല്ല. റൂട്ടൊന്നുമുള്ള ടേംസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? y1 മൊത്തത്തിൽ സ്ക്വയർ കൊടുക്കുമ്പം ആ സ്ക്വയർ സ്പ്ലിറ്റ് ആയിട്ട് വരും. അപ്പോൾ y1 സ്ക്വയർ √1 - x സ്ക്വയറിൻ്റെ സ്ക്വയർ 1 - x സ്ക്വയർ ഇസ് ഈക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 ആയിട്ട് മാറും. ഇനിയും നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് y1 വന്നു കഴിഞ്ഞു, റൂട്ടൊക്കെ മാറി. ഇനി നമുക്ക് അടുത്ത ആര് വരണം? y2 വരണം. y2 വരാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുന്നതിന് മുൻപ് y2 വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. y1നെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണല്ലോ y2 വരുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് y1 വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് y2യിലേക്ക് പോകാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ റൂട്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് റൂട്ട് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആ ഓർഡറിൽ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇച്ചിരിയുടെ സിമ്പിളായിട്ട് വരുന്നത് ഈ റൂട്ട് കളഞ്ഞിട്ട് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം എന്നാ ചെയ്തത്? y = sin ഇൻവേഴ്സ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് y1 വന്നു. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംഗിൾ ലൈൻ ആക്കി റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡിന് സ്ക്വയർ ചെയ്തു. ഇനി y2നെ കൊണ്ടുവരാൻ വേണ്ടി ഇതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പ്രോഡക്റ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യേണ്ടി വരും. എന്താ പ്രോഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 1ൻ്റെ ഡെറിവേറ്റീവ് അത് 0 വരും. ഇനിയും y1 സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 - x സ്ക്വയർ, 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 1 - x സ്ക്വയർ ഇൻറ്റു y1 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് y1 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. y1 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2y1 വരും. കഴിഞ്ഞില്ല. നമ്മൾ y-നെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം നമ്മൾ അല്ലെങ്കിൽ ഇപ്പം സൈൻ y-നെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ cos y ഇൻറ്റു dy/dx എന്ന് എഴുതാറില്ലേ? അതായത് cos y1 എന്ന് എഴുതാറില്ലേ? അതായത് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്യാറില്ലേ? സൈൻ y-നെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിൻ്റെ കൂടെ നമ്മളൊരു കോഎഫിഷ്യൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ? അതുപോലെ y1-ലുള്ളൊരു ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം നമ്മൾ ആ y1-ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് y എന്ന് പറയുന്നത് അടുത്ത ഓർഡറിലേക്കുള്ളൊരു കോഎഫിഷ്യൻ്റാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ y1 ഉള്ളതിനെ നമ്മൾ എഴുതുമ്പോൾ അടുത്ത് എന്ത് എഴുതണം? അതിൻ്റെ അടുത്ത ഡെറിവേറ്റീവിലുള്ള കോഎഫിഷ്യൻ്റ് വേണം എഴുതാനായിട്ട്. ഒന്നുകൂടെ പറയാം, നമുക്കിവിടെ y1 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ y1 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതിയിട്ട് അഡീഷണലായിട്ട് ഒരു കോഎഫിഷ്യൻ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ y1 ആയതുകൊണ്ട് അതിൻ്റെ നെക്സ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് y2 ആണ്. അതാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് സൈൻ y-നെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം സൈൻ y-യുടെ ഡെറിവേറ്റീവ് cos y ആയിട്ട് നമ്മൾ y1 dy/dx ആഡ് ചെയ്യുന്നത്. അപ്പോൾ y-ലുള്ളതിൻ്റെ കൂടെ നെക്സ്റ്റ് ഡെറിവേറ്റീവ് y1 വന്നത്. അപ്പോൾ y1 ഉള്ളതിൻ്റെ കൂടെ നെക്സ്റ്റ് ഡെറിവേറ്റീവ് y2 വരേണ്ടത്. അപ്പോൾ y1 ഉള്ളതിൻ്റെ കൂടെ നെക്സ്റ്റ് ഡെറിവേറ്റീവ് y2 വരണം, വിച്ച് ഇസ് ഈക്വൽ ടു 0. നമ്മൾ ഇക്വേഷൻ്റെ അകത്തേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇനിയും 0 - 2x -2x അത് ഇൻറ്റു y1 സ്ക്വയർ വരുമ്പം -2x y1 സ്ക്വയർ
പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2y1 y2 ഇസ് ഈക്വൽ ടു 0. ഓൾമോസ്റ്റ് അവിടെ എത്തി. ഇനി ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പം 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, y2 ഉണ്ട്, മൈനസ് എക്സ് വൈ വൺ ഉണ്ട്, ഒരു y1ഉം 2ഉം, ഇവിടെ ഒരു y1ഉം 2ഉം, അതാണ് മിച്ചമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 2y1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ മൈനസ് എക്സ് y1 വരും പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ y2 വരും ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് തന്നെയാണിത്. ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് y കണ്ടുപിടിച്ചു, y തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംഗിൾ ലൈൻ ഇക്വേഷൻ ആക്കി, റൂട്ട് മാറ്റി, y2 കൊണ്ടുവരാനായിട്ട് ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ചെയ്യുമ്പം y1 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y1 ഇൻറ്റു y2 വന്നു. അപ്പോൾ അതിങ്ങനെ വന്നു. പിന്നെ അതിനെ 2y1 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പം അതിങ്ങനെയായി. അപ്പം നമുക്ക് റിക്വയർഡ് ആൻസർ കിട്ടി. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ഏതാണോ ആ മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. അടുത്തത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് y is equal to cos inverse x, find d square y by dx square in terms of y. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ y തന്നിട്ടുണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പം ഇതിനെ ഒന്ന് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്താൽ ഇത് കിട്ടില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇൻ ടേംസ് ഓഫ് y ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അതായത് ഇത് എക്സിലുള്ളൊരു ഫംഗ്ഷൻ അല്ലേ, എക്സിലുള്ളൊരു ഫംഗ്ഷൻ ഇപ്പം എക്സ് ക്യൂബിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 3x സ്ക്വയർ വരും. അതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6x വരും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എക്സിൽ തന്നെയാണല്ലേ. എക്സിലുള്ളൊരു ഫംഗ്ഷനിൽ തുടങ്ങിയാൽ എക്സിലുള്ള ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എക്സിലുള്ളൊരു ഫംഗ്ഷനാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുമ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും എക്സിലുള്ള ആൻസർ ആയിരിക്കും സ്വാഭാവികമായിട്ടും കിട്ടുന്നത്. ഇപ്പം നമുക്കിപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ തന്നെ ഒരു കണക്ക് നമ്മൾ ചെയ്തായിരുന്നു. സൈൻ ഇൻവേഴ്സ് പോലെ തന്നെയാണ് കോസ് ഇൻവേഴ്സും. സൈൻ ഇൻവേഴ്സ് ചെയ്തപ്പം സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എക്സിലാണ് കിട്ടിയത്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ അതും എക്സിലുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുകയാണ് ഇതുപോലൊരു ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് മാറി അത് കോസ് ഇൻവേഴ്സ് ആയപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് എക്സിലുള്ളതായിരിക്കരുത്, വൈയിലുള്ളതായിരിക്കണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? y is equal to cos inverse x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? x is equal to cos y എന്നെടുക്കും. അപ്പോൾ വൈയിലുള്ള ഫംഗ്ഷനല്ലേ കിട്ടേണ്ടത്, അപ്പോൾ അത് വൈയിലുള്ള ഫംഗ്ഷനായിട്ട് മാറി. x is equal to cos y എന്ന് പറയുമ്പോൾ വൈയിലുള്ള ഫംഗ്ഷനായിട്ട് മാറി. ഇനി നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു വൈയിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മൾ ഏത് വെച്ചാണോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അത് താഴെയല്ല വന്ന് കിടക്കാറ്. ഇപ്പം നമ്മൾ ഡി എക്സ് വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ താഴെ ഡി എക്സ് വന്ന് കിടക്കുകയില്ലേ എന്ന് പറയുന്നത് പോലെ വൈ വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈ താഴെ വന്ന് കിടക്കും. ആരെയും ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? ഡി എക്സ് ബൈ ഡി വൈ എന്നാവും. എക്സിലുള്ള ഫംഗ്ഷനെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ വരും. സാധാരണ നമ്മൾ വൈയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാറ്. ഇവിടെ എക്സിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡി എക്സ് ബൈ ഡി വൈ ആണ് വരുന്നത്. ഡി എക്സ് ബൈ ഡി വൈ വരുമ്പം ഇവിടെ ഒന്നുമില്ല കൺഫ്യൂഷന്. കോസ് വൈനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ എന്താണോ അത് എഴുതിയാൽ മതി. പിന്നെ അഡീഷണലായിട്ട് കോഎഫിഷ്യൻ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ മൈനസ് സൈൻ വൈ എന്ന ആൻസർ വരും. ഇനിയും നമുക്ക് വേണ്ടത് എന്താ?
ഇനി ഇങ്ങോട്ടേക്ക് നോക്കാം. നമുക്ക് വേണ്ടത് d²y/dx². d²y/dx² കിട്ടണമെങ്കിൽ dy/dxനെ അല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ dy/dx കിട്ടണം. ഇവിടുന്ന് dy/dx എങ്ങനെ കിട്ടും? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ dy/dx എന്ത് കിട്ടും? 1 - sin y എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ടു ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം d²y/dx² ഇവിടെ ഫംഗ്ഷൻ ബൈ ഫംഗ്ഷൻ ഫോമിലാണ്. അപ്പോൾ കോഷ്യൻറ്റ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മൈനസ് ഉണ്ട്. മൈനസ് മേളിലേക്ക് എടുക്കുമ്പോൾ അത് സ്കെയിലാറായിട്ട് പുറത്തേക്ക് നിൽക്കും. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം സ്കെയിലാർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് കഴിഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കോഷ്യൻ റൂൾ എങ്ങനെ വരും? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇവിടെ ശ്രദ്ധിച്ചോണം, നമ്മൾ കണ്ടുപിടിക്കുന്നത് d²y/dx² ആണ്. അപ്പോൾ d²y/dx², എക്സ് ആണ് താഴെ കിടക്കുന്നത്. അപ്പോൾ dy/dxനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ എക്സ് വന്ന് കിടക്കുന്നത്. ഇത് പറയാൻ കാര്യം, ഇവിടെ നമ്മൾ കോസ് വൈനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. അപ്പം -sin y എന്ന് വന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഇതിനെ വൈയിലുള്ളതാണ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ എന്താ ചെയ്യാത്തത് എന്നുള്ള സംശയം നിങ്ങൾക്ക് വരരുത്. കാരണം നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് താഴെ വൈ അല്ല, വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ താഴെ വൈ ഉള്ളൊരു സംഭവം നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ നമുക്ക് dy/dxനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് d²y/dx² താഴെ എക്സ് വരുള്ളൂ. അപ്പോൾ താഴെ എക്സ് വരണമെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇത് ഓർത്തോണം. ഇവിടെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ്. അത് രണ്ടും വ്യത്യാസപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²y/dx² കിട്ടുള്ളൂ. അപ്പം മൈനസ് ഇൻറ്റു ഡിനോമിനേറ്റർ കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ which is equal to minus sin y into derivative of constant 0 minus 1 into എന്ത് ചെയ്താലും അത് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് sin വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. വൈയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം dy/dx എന്ന് പറയുന്ന ടേം നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കണം. അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്ന്. ഇനിയും ഇത് 0 ആയിപ്പോയി, മൈനസ് അകത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് ആയി. കോസ് വൈ dy/dx, സോറി ഒരു കാര്യം വിട്ടുപോയി, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ sin വൈയുടെ ഹോൾ സ്ക്വയർ. അപ്പോൾ sin² y വരും, ഡിവൈഡഡ് ബൈ sin² y. അപ്പോൾ ഡിവൈഡഡ് ബൈ sin² y വിച്ച് ഇസ് ഈക്വൽ ടു കോസ് വൈ ഇൻറ്റു എന്താ dy/dx -1 sin y whole divided by sin² y which is equal to minus cos y by sin y cot y divided by sin² y. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി നിർത്താം. അപ്പോൾ ഇത് ആൻസർ ആയി. d²y/dx² നമുക്ക് വൈയുടെ ടേംസിലേക്ക് കിട്ടി. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ മാറ്റി എഴുതാം. മൈനസ് കോട്ട് y ഇൻറ്റു 1 sin² y. എന്താ അത്? മൈനസ് കോട്ട് വൈ ഇൻറ്റു sin² y എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ വൈ ആണ്. അപ്പോൾ ഇത്രയും പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വെച്ച് തന്നെ നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ y is equal to കോസ് ഇൻവേഴ്സ് എക്സ് ഉണ്ടായിരുന്നു. d²y/dx² കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു, അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല. കാരണം ഇവിടെ ഇൻ ടേംസ് ഓഫ് വൈയിലാണ് നമുക്ക് ആൻസർ വരേണ്ടത്. ഇൻ ടേംസ് ഓഫ് എക്സ് എന്നായിരുന്നെങ്കിൽ ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് രണ്ട് ഡെറിവേറ്റീവ് എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇൻ ടേംസ് ഓഫ് വൈ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? y is equal to കോസ് ഇൻവേഴ്സ് എക്സ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനെ മാറ്റി x is equal to കോസ് വൈ എന്നാക്കി.
ഇപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഇൻ ടേംസ് ഓഫ് വൈ ആണല്ലോ ആൻസർ വേണ്ടത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് വൈ ആദ്യമേ ഫംഗ്ഷൻ അങ്ങ് ആക്കി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പം ഒരു വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളാണോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ഇത് മേളിലും അത് താഴെയും വരും. അപ്പം dx ബൈ dy, കോസ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് മൈനസ് സൈൻ വൈ. ഇനിയും നമുക്ക് d²y/dx² ആണ് വേണ്ടത്. അതെന്ന് പറയുന്നത് dy/dxൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പം dx/dy കിടന്നിട്ട് കാര്യമില്ല, dy/dx കിട്ടണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് dy/dx എടുത്തു. ഇനിയും dy/dxനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് d²y/dx² കിട്ടുന്നത്. അപ്പോൾ dy/dxനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് d²y/dx² കിട്ടും. അപ്പോൾ എന്താ, ഇത് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇൻ ടേംസ് ഓഫ് എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇൻ ടേംസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇനി ഇത് കോൺസ്റ്റൻ്റ് ആണ്, 0 വരും. ഇത് എൻ്റർ 0 ആയിപ്പോയി. മൈനസ് 1 ഇൻറ്റു സൈൻ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡെറിവേറ്റീവ് എഴുതിയിട്ട് dy/dx എന്ന് പറയുന്ന ടേം നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ വൈ. ഇത് 0 ആയി, മൈനസ് മൈനസിലൂടെ പ്ലസ് ആയി. കോസ് വൈ dy/dx ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ വൈ എന്നായി. ഈ dy/dx ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് ആ dy/dxന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. കാരണം നമ്മൾ ഫൈനൽ ആൻസർ എഴുതുമ്പം അവിടെ ഇതുപോലത്തെ കോഎഫിഷ്യൻസ് ഒന്നും കാണാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് ഇവിടെ കാണും. അത് കൊടുത്തുവിടങ്ങ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മൈനസ് കോട്ട് വൈ എന്ന് കിട്ടും ബൈ സൈൻ സ്ക്വയർ വൈ. ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് ആൻസർ ഇൻ ടേംസ് ഓഫ് വൈ കിട്ടി.